ഫ്രണ്ട്സ്, അപ്പോൾ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമുക്ക് നമ്മുടെ എന്താണ് അടുത്ത റിലേറ്റീവിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മുടെ അടുത്ത റിലേറ്റീവിൻ്റെ കല്യാണം. സത്യം പറഞ്ഞാൽ കല്യാണമൊക്കെ നേരത്തെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, വൈകുന്നേരം റിസപ്ഷനുണ്ട്. അപ്പം നല്ല ഫംഗ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും മാമനും കൂടാണ് പോകുന്നത്. ഓട്ടോയിലാണ് പോകുന്നത്, മാമൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. നമ്മുടെ റിലേറ്റീവിൻ്റെ കല്യാണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുമിച്ചാണ് പോകുന്നത്. നമ്മളെല്ലാവരും കൂടെ ഒരു ഗ്യാങ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓട്ടോയിലാണ് പോകുന്നത്. ബസ്സിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാനും അമ്മയും മാത്രം ഒറ്റയ്ക്കാവും. അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അടൂരിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒന്നാമത്തെ കാര്യം ഇന്ന് ഞായറാഴ്ച. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച അധികം ബസ്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കൊന്നും വരാൻ നിൽക്കുന്നില്ല. ഈ മാമൻ്റെ കൂടെ അങ്ങ് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അമ്മയും ഓട്ടോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഓട്ടോയിൽ നിന്ന് പോസ്റ്റായി. അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോ അവിടെ ഒരു സൈഡിലോട്ട് നിർത്തി ഞാനും അമ്മയും മാമയും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഇവിടെ അടുത്താണ് കേട്ടോ. അപ്പം ഓഡിറ്റോറിയം ഇവിടെ അടുത്താണ്. അപ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഫംഗ്ഷനുള്ളൊരു സ്ഥലത്തേക്ക്. അപ്പോൾ ഈ ഓഡിറ്റോറിയം ഇവിടെ വെച്ചാണ് കേട്ടോ റിസപ്ഷൻ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ബിരിയാണിയും സാലഡും അച്ചാറും ചിക്കൻ കറിയും ചിക്കൻ പീസും എല്ലാം എടുത്ത് ചോറിട്ട് പുരട്ടി അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നു. പിന്നെ അത് അമ്മയും എൻ്റെ ചേട്ടനും വല്യമ്മച്ചിയും കുഞ്ഞമ്മയും മാമനും അമ്മമ്മയും എല്ലാവരും ഒക്കെ. അപ്പോൾ എല്ലാവരുമായിട്ട് കത്തിയൊക്കെ വെച്ചിരുന്ന് സംസാരിച്ച് കളഞ്ഞ് ചോറ് കഴിച്ചു. പിന്നെ കൈയൊക്കെ കഴുകി. പിന്നെ നമുക്കവിടെ നിന്ന് ഐസ്ക്രീം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ ഫംഗ്ഷനുള്ള ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ കുറച്ച് നേരം കണ്ടു. പിന്നെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ നേരെ നമ്മൾ സ്കൂട്ടാവുകയാണ് കേട്ടോ. നല്ല അറേഞ്ച്മെൻ്റ് ഒക്കെയാണ് ആ ഓഡിറ്റോറിയത്തിൽ. നല്ല അറേഞ്ച്മെൻ്റ് ഫംഗ്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ അവിടെ കുറച്ച് സംസാര സമയം കളഞ്ഞ് നേരെ നമ്മൾ വീട്ടിലോട്ട് പോകും. അപ്പോൾ നമ്മൾ തിരിച്ച് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. ഞാനും അമ്മയും മാമയും കൂടെ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഏകദേശം ഇപ്പം സമയം ഏകദേശം ഒരു 6:20 ആയിട്ടുണ്ട്. അപ്പം ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ഏത് കോലത്തിലാണെന്നറിയും. അപ്പം നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് നല്ലപോലെ വീട്ടിൽ പോയി കിടന്നൊന്ന് ഉറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലപോലെ മത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയും സാലഡും അച്ചാറും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് നല്ല രീതിയിൽ മത്തടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ പോയാൽ ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയും ടാറ്റാ ബൈ ബൈ, സീ യു.